എന്ന് നമ്മളുടെ ജീവിതത്തിലെ കഷ്ടവും മുറവിളിയും നഷ്ടവും മാത്രമല്ല, നമുക്കതെല്ലാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ യേശയ്യാവ് 32 അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ലോകത്തിലോട്ട് നമ്മൾ കണ്ണൊന്നോടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തെങ്ങും മുറവിളിയും കഷ്ടവും കൊലപാതകങ്ങളും ജാതിയോട് എതിർക്കുന്നു, വംശത്തോട് എതിർക്കുന്നു, ഭരണകർത്താക്കൾ തമ്മിലടി, ലോകത്തെങ്ങും കലാപങ്ങളും ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പിശാചിൻ്റെ ആധിപത്യത്തിൽ ഈ ലോകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ചിന്തയാണ് യേശയ്യാവ് 32 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അധ്യായം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. നമ്മളുടെ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇതിൽ നടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ ലോകത്തിൽ നടക്കാത്തതും ഇനി നമുക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്നതുമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ യേശയ്യാവിൻ്റെ 32 അധ്യായം ആദ്യ ഭാഗത്ത് തന്നെ കാണുന്നത്. നമ്മളുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അത് മറ്റാരിൽ കൂടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഭൂമി മാറിപ്പോകും, ആകാശം നീങ്ങിപ്പോകും. എന്നാലും യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ ഈ രാജ്യത്തിൻ്റെ നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോകും. പുതിയ ഭരണകർത്താവായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ സ്ഥാനമേൽക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതായ സമാധാനം, നമ്മുടെ സന്തോഷം, മുറവിളിയെല്ലാം മാറി നിത്യസന്തോഷത്തിലേക്ക് നാം ചേരാൻ പോകുന്നു എന്ന വാർത്തയോടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ. പുതിയൊരു ന്യായാധിപതി ഈ ലോകത്തില് സ്ഥാനമേൽക്കുമ്പോൾ അതുമൂലം പ്രകൃതി മേലും മനുഷ്യരുടെ മേലും ജന്തുജാലങ്ങളുടെ മേലും സംഭവിക്കാൻ പോകുന്ന പലവിധമായ സംഭവങ്ങളെയും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് ഉദാഹരണമായി 1-2 സംഭവങ്ങൾ പറയുകയാണെങ്കിൽ, കാണുന്നവരുടെ കണ്ണിനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും, അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും, വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. അതുപോലെ മനുഷ്യജീവിതത്തിലും പ്രകൃതിയോട് ബന്ധപ്പെട്ടായാലും ജീവജാലങ്ങളുടെ മേലും ഈ ന്യായാധിപതി വരുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയും ഇവിടെ എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുകയാണ്. തുടർന്നുള്ള 9 മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ യഹൂദ സ്ത്രീകളായ ജനത്തോട് ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരോട് പറയുകയാണ്: നിങ്ങൾ ഉണർന്ന് പ്രവർത്തിപ്പീൻ, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുക, നിങ്ങളുടെ ജീവിത നിലവാരം കൂടുതലും കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് നിങ്ങളുടെ കൃഷിഫലങ്ങൾ, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ സമ്പത്തുകൾ എങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കാമോ ആ വിധം നിങ്ങൾ ഉണർന്ന് പ്രവർത്തിപ്പാനും ഇവിടെ എഴുത്തുകാരൻ അവരോട് പറയുകയാണ്. ഈ അധ്യായം ഉടനീളം പഠിച്ചു നോക്കുമ്പോൾ എന്ന് നമ്മളുടെ ജീവിതത്തിലെ കഷ്ടവും മുറവിളിയും നഷ്ടവും മാത്രമല്ല, നമുക്കതെല്ലാം മാറ്റി സന്തോഷത്തിൻ്റെ ഒരു ദിവസം നമുക്ക് വരും. നല്ലവനായ നമ്മുടെ നല്ല കർത്താവ് ഈ ലോകത്തിൽ ഭരണമേൽക്കുമ്പോൾ നമ്മുടെ കഷ്ടവും പ്രയാസവും എല്ലാം മാറി, അനീതിയെല്ലാം മാറി നീതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാനിടയാവും. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എനിക്കും അതാണ് പറയാനുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. ഇതുവരെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടില്ല എങ്കിൽ, അറിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങൾക്കുള്ള സമയം ഇതാണ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ പറ്റി അറിയുക, പഠിക്കുക, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് ഈ ലോകത്തിൻ്റെ അനീതി വിട്ട് ഓടുവാൻ പറ്റിയ ഒരേ ഒരു നാമം എൻ്റെ യേശുവിൻ്റെ നാമം മാത്രമാണ്. മറ്റാരേക്കാളും വലുതായ യേശുവിൻ്റെ നാമത്തിൽ ശരണപ്പെട്ട് ഓരോ ദിവസവും ജീവിക്കട്ടെ. പുതിയ ന്യായാധിപതി വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സന്തോഷം ജീവിതത്തിൽ അനുഭവിപ്പാൻ നമ്മളെയും ഒരുക്കിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും ഒരുപോലെ സഹായിക്കട്ടെ.